ആദ്യം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മധുരം കുറച്ച് കുറവായി തോന്നിയപ്പം ഒരു 1/4 കപ്പിലധികം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുഴുവനായിട്ടും ഇല്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ ഫുള്ളായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാലിൽ നിന്നും ഒരു 2-3 കയ്യിൽ നമ്മുടെ പാലെടുത്തിട്ട് ചൈന ഗ്രാസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ് ഞാൻ ക്യാരറ്റ് പുഡിംഗ് ചെയ്തെടുത്ത സമയത്ത് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്തെടുക്കുന്ന യാതൊരു നിർബന്ധമില്ല. ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചൈന ഗ്രാസ് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്ത് ഡയറക്റ്റ് ആയിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും പാല് പിരിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അത് ചൈന ഗ്രാസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി എസൻസ് കൂടെ ചേർത്ത്